സ്വാഗതം ന്യൂസ് തിയേറ്ററിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും. നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ശബരിമലയിലെ ഈ വർഷത്തെ മണ്ഡല തീർത്ഥാടനം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൂടെയാണ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് അയ്യപ്പ തീർത്ഥാടകർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്പം മുമ്പ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു, സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ദീപാരാധന കഴിഞ്ഞു. ഇനി 7:52 മകരസംക്രമ പൂജ. ഈ മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ചുള്ള ഒരു വ്യത്യാസം എന്നുള്ളത് തിരക്ക് താരതമ്യേന കുറവാണ് എന്നാണ്. എന്നാലും ഈ സീസണിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്നിധാനത്ത് എത്തിയത് ഈ ദിവസങ്ങളിലാണ്, ഈ സമയങ്ങളിലാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും ശബരിമലയിൽ ഇപ്പോഴും ഭക്തജന തിരക്കുണ്ട്. ഇനി പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു കഴിഞ്ഞു, ദീപാരാധന കഴിഞ്ഞു. ഇനി 7:52 നടക്കുന്ന മകരസംക്രമ പൂജയിലേക്കാണ് ഭക്തരുടെ കാത്തിരിപ്പ്. അതിനായുള്ള ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ സന്നിധാനവും പരിസരവും ഒക്കെയുള്ളത്. എന്തായാലും ഇതുവരെ കാണാത്ത വലിയ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടിയാണ് ഇത്തവണ മണ്ഡലകാലം നടന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതുമാണ്. ഇന്നിപ്പോൾ ദേവസ്വം മന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു മണ്ഡലകാലത്തിനാണ് പരിസമാപ്തിയാകുന്നതെന്നാണ്. എന്തായാലും നമുക്ക് ശബരിമലയിൽ തത്സമയ വിവരങ്ങൾ നോക്കാം. ആദ്യം മനേഷ് മൂർത്തി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് തത്സമയ വിവരങ്ങൾ നൽകാൻ. മനേഷ്, എന്തായാലും പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി മകരസംക്രമ പൂജയ്ക്കായുള്ള കാത്തിരിപ്പാണ് തീർത്ഥാടകർ. എന്താണ് ഇപ്പോൾ അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? സായികുമാർ, അല്പസമയം മുമ്പാണ് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞത്. 3 തവണ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞു. ദിവസങ്ങളായി കാത്തിരുന്ന തീർത്ഥാടകർക്ക് ഒരു സായുജ്യമായാണ് ഇപ്പോൾ മകരജ്യോതി ദർശനമുണ്ടായത്. അതിനുശേഷം ഇപ്പോൾ എല്ലാവരും തന്നെ മല ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പോലീസിന്റെ കൃത്യമായ നിയന്ത്രണം ഇവരുടെ ഓരോ ഭക്തന്റെയും മുകളിലുണ്ട്. കാരണം എല്ലാവരെയും സുരക്ഷിതമായി പമ്പയിലും അവിടെ നിന്ന് നിലയ്ക്കലും എത്തിക്കുക എന്നുള്ളത് പോലീസിന്റെ ആ ഒരു വലിയ നെറ്റ്വർക്കിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് എന്ന നല്ല ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അത്ര കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ മുതൽ തന്നെ ഒരുക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വിഭിന്നമായി വലിയ രീതിയിലുള്ള ഒരു കഠിന ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അത്രയധികം തീർത്ഥാടകരെ ഇന്ന് സന്നിധാനത്തില്ല. ഏകദേശം 1.5 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർ മാത്രമാണ് സന്നിധാനത്തുള്ളത്. കഴിഞ്ഞ തവണകളിലൊക്കെ ശരാശരി 4 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർ സന്നിധാനത്ത് എത്തിയിരുന്നു. അവരെ എല്ലാം സുരക്ഷിതമായി തിരികെ എത്തിക്കുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ ഒരു ശ്രമം തന്നെയായിരുന്നു. എന്നാൽ ഇത്തവണ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. എങ്കിൽ കൂടിയും ഓരോ തീർത്ഥാടകനെയും സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളത് പോലീസിന്റെ കൃത്യമായ തീരുമാനമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ്, സജ്ജീകരണങ്ങൾ തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുള്ളത്. 108 പടി വഴി അവിടെ മകരവിളക്ക് ദർശനത്തിനായി എത്തിയിരുന്ന തീർത്ഥാടകരെ ഒന്നും തന്നെ ഇപ്പോൾ അവിടെ നിന്ന് വിട്ടു തുടങ്ങിയിട്ടില്ല. അതിന് താഴെ തമ്പടിച്ചിരുന്ന 3 വിരി വയ്ക്കുന്ന ഇടങ്ങളിലായി തമ്പടിച്ചിരുന്ന തീർത്ഥാടകരെ ഇപ്പോൾ താഴോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. NDRF ആണ് അവിടെ അതിന് നേതൃത്വം നൽകുന്നത്. അതിനുശേഷം, അതായത് താഴെയുള്ള തീർത്ഥാടകരെ പൂർണ്ണമായും ഇറക്കിയതിനു ശേഷം മാത്രം ആയിരിക്കും മുകളിൽ നിന്ന് തീർത്ഥാടകരെ വിട്ടു തുടങ്ങുക. അല്ലെങ്കിൽ അവിടെ ഒരു വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പാണ്ഡ്യത്താവളത്തു നിന്നും തീർത്ഥാടകരെ RAF ആണ് ഇറക്കിക്കൊണ്ടുവരുന്നത്. അതായത് കൃത്യമായ സെഗ്മെന്റുകളിൽ ഉണ്ടാക്കി അതിൽ ഓരോ സെഗ്മെന്റുകളും ആളുകളെ നിറച്ചുകൊണ്ട് കൃത്യമായി സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമമാണ് RAFന്റെ ഭാഗത്തു നിന്നുമുള്ളത്. എന്തായാലും അധികം വൈകാതെ വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ അധിക സമയമെടുക്കാതെ തന്നെ ഇത്തവണ തീർത്ഥാടകരെ വളരെ വേഗത്തിൽ തന്നെ പമ്പയിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാര്യം. തീർത്ഥാടകരെ ഇപ്പോൾ 18ാം പടി പ്രവേശിപ്പിച്ചു തുടങ്ങി. ദീപാരാധന കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ അല്പസമയം നട തുറന്നു വയ്ക്കും. ആ ഒരു സമയത്ത് തീർത്ഥാടകർക്ക് ഇപ്പോൾ ദർശനം നൽകുന്നുണ്ട്. എരുമേലിപ്പേട്ടത്തുള്ളിൽ പമ്പ സദ്യ കഴിഞ്ഞ എരുമേലിപ്പേട്ട സംഘത്തിലെ 2 സംഘത്തിനെയുമാണ് ആദ്യം ശബരിമലയിൽ ഇന്നിപ്പോൾ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം ആദ്യം പടി ചവിട്ടിച്ചത്. അവർ നേരത്തെ തന്നെ വന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഒരു ആചാരപരമായ കാര്യം കൂടിയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഉച്ച മുതൽ കാത്തുനിന്ന, അതായത് ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടച്ചു. അതിനുശേഷം കാത്തുനിന്ന തീർത്ഥാടകരെ പൂർണ്ണമായും തന്നെ ഇപ്പോൾ പ്രവേശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ അധിക സമയം വേണ്ടി വരില്ല തീർത്ഥാടകർ നിൽക്കാൻ. കാരണം പമ്പയിൽ നിന്നും വളരെ വൈകിയാണ് തീർത്ഥാടകരെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടപ്പന്തലിലും അതുപോലെ അതിനു മുകളിലുള്ള മേഖലകളിലുമുള്ള തീർത്ഥാടകർ മാത്രമായിരിക്കും ഈ ഒരു സമയത്ത്
ദർശനം നടത്തുക. കാരണം 8 മണിയോടുകൂടി 7:30 വീണ്ടും നട അടയ്ക്കേണ്ടതുണ്ട്. കാരണം ഈ മകരസംക്രമ പൂജ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജയാണ്. മകരസംക്രമ പൂജ, മകര വിളക്കുമായി ബന്ധപ്പെട്ട ആ സമയത്ത് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവന്ന നെയ്ത്തേങ്ങ, അവിടെ നിന്നും കന്നിസ്വാമി കൊണ്ടുവന്ന നെയ്ത്തേങ്ങ അയ്യപ്പനെ അഭിഷേകം ചെയ്യും. അതോടുകൂടിയാണ് മകരവിളക്കുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ചടങ്ങുകൾ, മകരവിളക്ക് ദിനത്തിലെ പൂർണ്ണമായ ചടങ്ങുകൾ, ആചാരപരമായ താന്ത്രികപരമായ എല്ലാ ചടങ്ങുകളും പൂർത്തിയാവുക. ഏതായാലും ഇപ്പോൾ മകര ജ്യോതി ദർശനം കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് മകരസംക്രമമാണ്. രാത്രി 7:52 അതുണ്ടാവുക. അല്പസമയം, അതായത് ഏകദേശം 1 മണിക്കൂറോളം തീർത്ഥാടകർക്ക് ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എരുമേലിയിൽ പേട്ടതുള്ളി പമ്പ സദ്യയും കഴിഞ്ഞെത്തിയ എരുമേലി പേട്ട സംഘത്തിനെയാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പടി ചവിട്ടാൻ അനുവാദം നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇപ്പോൾ സാധാരണ തീർത്ഥാടകർക്കും ഇപ്പോൾ ഏതായാലും മനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഇനി 7:52 മകരസംക്രമ പൂജ നടക്കുന്നത്. അതിനായുള്ള കാത്തിരിപ്പോൾ 1 മണിക്കൂർ നേരം തീർത്ഥാടകർക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കുറെ അധികം തീർത്ഥാടകർ മകരജ്യോതി ദർശിച്ചതിന് ശേഷം മലയിറങ്ങുന്ന ഒരു കാഴ്ച കൂടി സന്നിധാനത്ത് കാണുന്നുണ്ട്. എന്തായാലും കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഈ സീസണിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തിയ ഒരു ദിനമായതുകൊണ്ട് തന്നെ പതിവിൽ കവിഞ്ഞതിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന്, സന്നാഹങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.